ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ്. എന്തെല്ലാം വിശേഷം? എല്ലാരും ഹാപ്പി ആണല്ലോ? യെസ്. ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കേ. എല്ലാരും ക്യാമറ ഓഫ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്ത് പറ്റി? ഏ യെസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണല്ലോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വിടി കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ? തുടങ്ങാം. യെസ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെക്കുക. തള്ളവിരല് കൂട്ടിമുട്ടിച്ചിട്ട് മടിയിൽ വെക്കുക. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. സ്വസ്ഥമായിട്ടിരിക്കുക. മറ്റെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറിയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. കണ്ണുകൾ അടക്കുക. ഓക്കെ, റെഡി? യെസ്. ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ഓൺ. ബ്രീത്ത് ഔട്ട് സ്ലോലി. Once again, breathe in, hold on, breathe out slowly. പതിയെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ഒന്നുകൂടെ. ബ്രീത്ത് ഇൻ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ഓൺ, പതിയെ വായിലൂടെ പുറത്തേക്ക് വിടുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ 10 അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ നന്ദി പറയാം. ഓരോരോ അനുഗ്രഹങ്ങളും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദി പറയാം. ഓക്കെ, നല്ല വീടായിരിക്കാം, നല്ല മക്കളെ കിട്ടിയതായിരിക്കാം. ഓരോരോ കാര്യങ്ങളും 10 എണ്ണം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ അത് കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല മക്കളെ തന്നതിന് നന്ദി, അൽഹംദുലില്ലാ. നല്ല വീട് തന്നതിന് നന്ദി, അൽഹംദുലില്ലാ. അങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ നന്ദി പറയുക. ഓക്കെ, പതിയെ നമുക്ക് തിരിച്ചു വരാം. ബ്രീത്ത് ഇൻ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് സ്ലോലി. Once again, breathe in, hold on, breathe out slowly. ഓക്കെ, പതിയെ നമുക്ക് തിരിച്ചു വരാം. കൈകൾ രണ്ടും കൂട്ടിയടിച്ച് കണ്ണുകൾ തടവിയിട്ട് പതിയെ തിരിച്ചു വന്നോളൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് നോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങളൊന്ന് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ. ഇന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ നല്ല വീടായിരിക്കാം, നല്ല വാഹനമായിരിക്കാം, എന്തും ആയിരിക്കാം. 10 കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് എഴുതിക്കോളൂ. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. ആഗ്രഹങ്ങൾക്ക് പിശുക്ക് വേണ്ട, നിങ്ങൾക്ക് എന്തും എഴുതാം കേട്ടോ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന 10 കാര്യങ്ങളെ കുറിച്ച് വെക്കുക. അത് ആത്മാർത്ഥമായിട്ട് കിട്ടിയതായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിൽ വിചാരിച്ചിട്ട് എഴുതാം.
ഓക്കെ, കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആഗ്രഹങ്ങൾക്ക് ക്ഷാമുണ്ടോ? കിട്ടുന്നില്ലേ? കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഒരു അഫർമേഷൻ ആണ്. അഫർമേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താവും, അതായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. അപ്പൊ ഒരു അഫർമേഷൻ ഞാൻ പറയാം. അതൊരു ടാസ്ക് ആണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കിടക്കുന്നതിന് മുമ്പ് അത് 33 തവണ എഴുതാം. ഓക്കെ, 33 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതാം. ഒറ്റ തവണ ഇപ്പൊ എഴുതി വെച്ചോളൂ. എന്റെ ജീവിതത്തിലെ എല്ലാ പുതിയ മാറ്റങ്ങളെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ ജീവിതത്തിലെ എല്ലാ പുതിയ മാറ്റങ്ങളെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒറ്റ തവണ കഴിഞ്ഞാലും നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ. എന്റെ ജീവിതത്തിലെ എല്ലാ പുതിയ മാറ്റങ്ങളെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, 33 ടൈം എഴുതുക. ഓക്കെ, സെറ്റ്. അപ്പോ നമ്മള് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇഗ്നൈറ്റഡ് ടോക്കിന്റെ 2ാമത്തെ സെഷൻ ആണ്. എല്ലാരും ഹാപ്പി ആണല്ലോ? എല്ലാരും ഇവിടെ ഉണ്ടോ? കുറെ പേര് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും റെസ്പെക്ട് ചെയ്യേണ്ടതൊക്കെ നമ്മളെ തന്നെയാണ്. അപ്പൊ അത് ആദ്യം നിങ്ങൾ ചെയ്യും. നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു പ്രത്യേക ഒരു പ്രൗഡ് ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ തിരക്കിൽ നിന്നും മാറി നിന്ന് നിങ്ങൾ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഈ അരമണിക്കൂർ എന്നുള്ളൊരു ഇത് മനസ്സിൽ കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ. എങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, മക്കളുടെ കാര്യങ്ങളായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് കേട്ടിട്ട് എന്ത് ചെയ്യരുത്, അത് കേട്ട് ഇത് കൂടെ കേട്ട് അത് കൂടെ വിട്ടയച്ച് പോവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്തിട്ട് അതിൽ പ്രവർത്തിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്, ഇതുകൊണ്ട് കാര്യമുണ്ടില്ലേ എന്നുള്ളൊരു തോട്ട് വരുന്നത്. ഇതൊരിക്കലും മോട്ടിവേഷൻ അല്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറിപ്പോയാൽ ഒരാഴ്ച നീണ്ടു നിൽക്കും. ഈ ഒരാഴ്ച നമ്മൾ നല്ലതായിരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് ഇങ്ങനെ പതിയെ ഫസ്റ്റ് ദിവസം നല്ല ഉഷാറായിരിക്കും. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം പതിയെ അത് കുറയും. അത് കഴിഞ്ഞ് അങ്ങനെ 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 എന്താവും, അതങ്ങ് സ്റ്റോപ്പ് ആവും. ഇത് നമ്മുടെ അകത്തേക്കുള്ള യാത്രയാണ്. നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മക്കളുടെ റീപ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഇവിടെ ഇരിക്കുക. ഓക്കെ, ഇൻഷാല്ലാ 2025 ഒരു യാത്രയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹൃദയത്തെ നമുക്ക് എന്താക്കണം, ഒന്ന് ശുദ്ധീകരിക്കണം. നമ്മുടെ മൈൻഡിനെ നമുക്ക് എന്താക്കണം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോളൂ. നിങ്ങളിന്ന് നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ അറിയോ, നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാത്രം, മക്കളൊക്കെ ഉറങ്ങുമല്ലോ, എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന്
ഒറ്റയ്ക്ക് ഇരിക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിരിക്കും മേ ബി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അലാറം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കാം. ഒന്ന് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ പുറത്തേക്ക് ഇടുക, വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ പുറത്തേക്ക് ഇടുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുക. ഇതൊന്നും വെറുതെ അല്ല കേട്ടോ, ഇത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പലതും നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാറിയോ, നിങ്ങളൊരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കൊടുത്തത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നിങ്ങളെ മൈൻഡിലേക്ക് വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറിച്ച് വെക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, മറ്റുള്ളവരെ പറ്റി എന്തായാലും രണ്ടുപേരും പറയാണ്ടിരുന്നിട്ടുണ്ടാവൂല, അങ്ങനെ ഉണ്ടാവും. നമ്മളെ മക്കളെ അടിച്ചിട്ടുണ്ടാവും, പലരുടെ അടുത്തും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, പലരെയും നമ്മൾ എന്തായിട്ടുണ്ടാവും, പിറുപിറുത്തിട്ടുണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സന്തോഷം കൊടുത്തിട്ടുണ്ടാവും, സമാധാനം കൊടുത്തിട്ടുണ്ടാവും, പലർക്കും നമ്മളൊരു ആശ്വാസമായിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ എഴുതുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതുക. തീർത്ത് നിങ്ങൾ ഓർത്തെടുത്തിട്ട് ഓരോന്നായിട്ട് എഴുതണം കേട്ടോ. തീർച്ചയായിട്ടും ചെയ്യേണ്ട അതാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം. ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നൈറ്റിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങളൊരു തീരുമാനം എടുക്കുക. നാളെ ഞാൻ ഇതിൽ നിന്നും ഒറ്റയ്ക്ക് നമുക്ക് എല്ലാം മാറ്റാനൊന്നും പറ്റൂല, ഇതിൽ നിന്നും ഞാൻ മാക്സിമം എന്താക്കും, എൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കും, ഇതിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ ഒരു ഉറപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നൈറ്റ് കിടക്കുക. നാളത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കൺട്രോൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമ്മളെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദേഷ്യം വല്ലാണ്ട് വരൂല. അതുപോലെ തന്നെ ആരെങ്കിലും അവിടെ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെവി കൊടുക്കാനുള്ള ഒരു തോട്ട് വരൂല. അങ്ങനെ ഓരോരോ കാര്യം അങ്ങനെ പതിയെ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, എല്ലാരും എന്ത് ചെയ്യുക, ഈ ടാസ്ക് നിർബന്ധമായിട്ടും ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറാനും പറ്റൂല, പതിയെ മാറ്റങ്ങൾ കൊണ്ടുവരാനേ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഇതെന്തായാലും ചെയ്യട്ടോ, അത് മറന്നു പോവണ്ട. അപ്പൊ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ ഓക്കെ, അത് ചെയ്യാം. അപ്പോ ഹൃദയം ശുദ്ധിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മെയിനായിട്ടും ചെയ്യാറുള്ളത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാണ് മെയിനായിട്ടും ചെയ്യാറുണ്ടാവുക പലപ്പോഴും ആയിട്ട്. ചിലർക്ക് നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കാം, പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പഠനം നന്നായിട്ട് പഠിച്ചിട്ടും പകുതി വെച്ച് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ പലരും പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടാവും, പക്ഷെ എനിക്കൊന്നിനും പറ്റിയിട്ടില്ലല്ലോ, അവരൊക്കെ അങ്ങനെ ആയല്ലോ ഇങ്ങനെ. ആ തോട്ട് എന്ത് ചെയ്യുക, അവിടെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാണ്ട് നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക. ഇന്നലത്തെക്കാളും എത്രത്തോളം ബെസ്റ്റ് എനിക്ക് ഇന്നാക്കാൻ പറ്റി എന്നുള്ള തോട്ട് കൊടുക്കുക. ഓക്കെ, ഓരോരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ഇന്നലത്തെക്കാളും എന്ത് മാറ്റാണ് എനിക്ക് ഇന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾക്ക്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അതുപോലെ ആദ്യമൊക്കെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കായിരുന്നു. അത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുത്തിട്ട് മറ്റുള്ളവര് എന്തോ ആയിക്കോട്ടെ, അവരെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓർക്കണ്ട. നിങ്ങളെ കൊണ്ട് തന്നെ കമ്പയർ ചെയ്യുക. ഇന്നലത്തെക്കാളും ബെസ്റ്റ് ആണ്. 2 ദിവസം നമ്മളിത് ഒരേപോലെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്തും അവിടെ വന്നിട്ടില്ല, നമ്മളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത്. ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും എന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് വന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യാം, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ആക്ഷൻ എടുത്ത് തുടങ്ങാം. നിങ്ങൾ മനസ്സിലങ്ങ് തീരുമാനിക്കാം, ഞാൻ എന്താക്കാൻ പോവാണ്. പല കാര്യം നിങ്ങൾ നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ നിങ്ങൾ നാളത്തെ കാര്യം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതൊന്ന് ടു ഡു ലിസ്റ്റ് സെറ്റ് ആക്കുക. നാളെ
ഞാൻ എന്തെല്ലാം ചെയ്യും എന്നുള്ളതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇൻഷാല്ല ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് മൈൻഡ്രി പ്രോഗ്രാമിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ സെഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾ എന്ത് ചെയ്യുക ലൈഫിൽ. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. +2 തന്നെ എന്നെ കല്യാണം കഴിച്ച് വിട്ടു. ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും വേണം കേട്ടോ. ഒരു ലക്ഷ്യം നിങ്ങളെല്ലാവർക്കും വേണം. എല്ലാം വെറുതെ ജനിച്ചുകൊണ്ട് ജീവിക്കുന്ന, നേരം വെളുക്കുന്ന, രാത്രിയാവുന്ന, കിടന്നുറങ്ങുന്ന, പിറ്റേ ദിവസം അതാവുന്ന, അതല്ല. എല്ലാവർക്കും എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. നമ്മൾ 10 ആഗ്രഹങ്ങൾ എഴുതിയല്ലോ, ആ ആഗ്രഹങ്ങളിലേക്ക് നമുക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കാം. പോസിറ്റീവ് തോട്ട്സ് കൊടുക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അതൊരിക്കലും വേണ്ട. ആ ചിന്താഗതി വേണ്ട. നമ്മൾക്ക് ഓരോ ദിവസവും എൻ്റെ ഓരോ ദിവസം എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള തോട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ആക്ഷൻ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അതിനുള്ള വഴികൾ തുറന്നു കിട്ടും എന്നുള്ളതാണ്. മൈൻഡിൽ ആ ഒരു തീരുമാനം എടുത്താൽ തന്നെ മതി. ഒരു ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കാൻ എന്താ പറയാ, എനിക്കത് എന്തായാലും ആവണം. ഇപ്പൊ പഠനം, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ വെച്ചാല് ഭയങ്കര ആത്മാർത്ഥമായിട്ട് എന്നോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടം വരെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. 20 വർഷം ഞാൻ പലർക്കും പരിചയം. 20 വർഷത്തിന് ശേഷം പഠനത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം ഇന്റർനാഷണൽ ട്രെയിനർ ആയിട്ടാണ് ആള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് അത്രയും തീവ്രമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ തുറക്കും. അപ്പൊ നമ്മളിപ്പൊ എന്താവാൻ പാടില്ല, ഈ കൂട്ടിലകപ്പെട്ട തത്ത ഉണ്ടല്ലോ, അതുപോലെ ആവാൻ പാടില്ല. നമ്മുടെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് നമ്മൾ എന്താക്കണം, ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ. അതിന് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവര് നിങ്ങൾ അംഗീകരിക്കരുത്, അവരെ എതിർത്ത്, അതൊന്നും അല്ല. നിങ്ങൾ ആ തോട്ട് ഇട്ട് കൊടുത്ത് നിങ്ങൾ മൈൻഡിൽ. പിന്നെ ഇന്ന് ഒരുപാട് ഓപ്ഷൻ, ആരും അറിയാണ്ട് നമുക്ക് പഠിക്കാനും പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് ഒരുപാടുണ്ട്. അപ്പോ എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ +2 മുഴുവനാക്കി. ഞാൻ പറഞ്ഞു +2 എഴുതാനുള്ള പരിപാടി നിങ്ങൾ ആദ്യം നോക്കി എന്നുള്ളത്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആരാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോരോ കാര്യം സ്വയം നമ്മൾ ഉള്ളിൽ നിന്നും തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വഴികൾ തുറക്കും. നമുക്ക് ഒരാളെ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ താനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എല്ലാവരും മാറും എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു തീവ്രമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാരും അതിന് റെഡി ആണല്ലോ? യെസ്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ വർക്ക് തുടങ്ങണം. ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താക്കണം, ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഓരോരോ വഴികൾ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ കൂളായി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഹൃദയം വൃത്തിയാക്കുന്ന ഒരു ഇത് പറഞ്ഞു, നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യുന്ന, അത് നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കാര്യം അതിൽ നിന്നും മാക്സിമം കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്ന് മുന്നോട്ട് പോവാം. അതിൽ നിന്നും മാക്സിമം കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നാളെ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടും അടി കൂടേണ്ടി വരില്ല. നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾ എന്താക്കും, മുന്നോട്ട് പോകാൻ തുടങ്ങുന്നില്ല. അപ്പൊ നമ്മുടെ ചുറ്റിലുള്ളവരെ നമ്മൾ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആക്ടിവിറ്റി ഒരിക്കലും ചെയ്യാണ്ടിരിക്കരുത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക, വർക്ക് തുടങ്ങുക. ഓക്കെ, ചില നമുക്ക് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് തന്നെ ഒരുപാട് പേര് മോർണിംഗ് മെഡിറ്റേഷൻ 21 ഡേയ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വർക്കുകൾ ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ മക്കളെ കൂടെ കളിക്കാനുള്ള സമയം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം നമുക്ക് തിരിച്ചു കിട്ടാനും നമ്മുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ ഓണാവും. അപ്പൊ അത് ചെയ്യാം. അപ്പോൾ ഈ 10 അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെച്ചല്ലോ, അത് നിങ്ങൾ മോർണിംഗിലോ എന്ത് ചെയ്യുക, അതൊന്ന് റീഡ് ചെയ്യുക. മോർണിംഗിൽ റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും, അനുഗ്രഹങ്ങൾ നിങ്ങളല്ല, നമ്മൾ ആഗ്രഹങ്ങൾ എഴുതിയല്ലോ,
ആഗ്രഹങ്ങള്, ഈ ആഗ്രഹങ്ങള് നിങ്ങൾ രാവിലെ അത് വായിക്കാം. രാവിലെ നീറ്റ് നമ്മൾ ജേണൽ കാര്യങ്ങൾ അതൊക്കെ ഞാൻ പതിയെ പറയാം. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഫോർഗീവ്നെസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ നീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് റീഡ് ചെയ്ത് ഓരോ ആഗ്രഹവും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ അത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അത് കിട്ടിയത് ഇപ്പോ ഒരു എക്സാമ്പിൾ വീടാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ആ വീട് നിങ്ങൾക്ക് കിട്ടിയതും ആ വീട്ടിൽ നിങ്ങൾ എന്താക്കുന്നത്, അതിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും നിങ്ങൾ കുട്ടികളായിട്ട് ആ വീട്ടിൽ കളിക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹം നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിൽക്കുക. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, പേടി കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് പല കാര്യം നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ എന്തായിരുന്നു, ഒരു ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 1 2 3 ഒക്കെ ക്ലാസ്സിലായിരുന്നപ്പോ നമ്മളെടുത്ത ടീച്ചർ ചോദിക്കണം, മോനെ നിനക്ക് ആരാവാനാ ആഗ്രഹം, അല്ലെ മോളെ നിനക്ക് എന്താവാനാ ആഗ്രഹം എന്ന് ചോദിച്ചിരുന്ന സമയത്ത് നമ്മൾ പറയായിരുന്നു, എനിക്ക് ടീച്ചർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മൾ എന്ത് ചെയ്യായിരുന്നു, പറയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഏത് മുതലാണ് നമുക്ക് എന്തായത്, നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് പറയാൻ പറ്റാണ്ടായി തുടങ്ങി. പിന്നെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 ഒക്കെ എത്തിയപ്പോൾ നമുക്ക് അതിലൊരു ഡൗട്ട് വരാൻ തുടങ്ങി. എനിക്കത് പറ്റുമോ, എനിക്കത് പറ്റുമോ? പിന്നെ ആ സമയത്ത് ഒരു +1 +2 എത്തിയപ്പോൾ ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് കൈ പൊക്കാനും അത് ആഗ്രഹങ്ങൾ പറയാനും ഒരു പേടി വന്നിട്ടുണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടാ വന്നത്? നമ്മൾ കുഞ്ഞുനാളില് വളരെ ചെറുപ്പത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാ? നമ്മൾ നീറ്റു, വീണിട്ടുണ്ടാവും, വീണ്ടും നീറ്റിട്ടുണ്ട്, വീണിട്ടുണ്ടാവും, അങ്ങനെയല്ല. ആ സമയത്ത് എനിക്കിത് പറ്റൂല എന്നുള്ളൊരു തോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്താവുമായിരുന്നു, നടക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ കുഞ്ഞുനാളിൽ നമുക്ക് എന്തുണ്ടായിട്ടില്ല, ഈ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമുക്ക് എന്തായി തുടങ്ങിയത്, സംശയവും പേടി കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. അതാണ് നമ്മളിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ പേടി കാര്യങ്ങളൊക്കെ അതിനോടൊക്കെ പോവാൻ പറയാ. ഓക്കെ. അപ്പൊ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒരു ഇഷ്ടപ്പെടാനും സ്വന്തമായിട്ട് നമുക്ക് പല കാര്യങ്ങളും അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. പലയിടത്തും പോകണമെങ്കിലൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ ഒന്ന് ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെ അങ്ങ് എന്താ പറയാ, നടന്നോളൂ. ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. ഓരോന്നും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് നിങ്ങളൊരു ആഗ്രഹം എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നതും നല്ല കൂളായിട്ട് പോകുന്നതും സ്പീഡിൽ പോകുന്നതൊക്കെ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും പറ്റും. പലർക്കും ലൈസൻസ് ഉണ്ട്, എന്തുകൊണ്ട് അവർ പോകുന്നില്ല? ഏ അവർക്ക് എവിടെയോ ഒരു ബ്ലോക്കാണ്. അത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്നും പലരിടത്തു നിന്നും കിട്ടിയ ഒരു ബ്ലോക്കാണ്. അതെല്ലാം തീരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 100 ദിവസത്തെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടുവരിക. അത് രാവിലെ നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നൈറ്റിലും നിങ്ങൾ അത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഓരോരോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ മക്കളെ കാര്യത്തിലായാലും മക്കളെ ഓരോരോ കാര്യം, നല്ലൊരു വീട്, നമുക്ക് നല്ല മക്കളെ കിട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊടുക്കുക, അൽഹംദുലില്ലാ പറയാ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, അതന്നെ വലിയ കാര്യമല്ലേ. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്നത്. അത് നിങ്ങൾ നല്ല ഒരു ഇന്റൻഷൻ വെച്ച് ബിസ്മി ചൊല്ലി നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. നമ്മൾ ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നാളേക്കുള്ള ടാസ്ക് എന്താ വെച്ചാൽ, ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം,
നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് എടുക്കാം. ഒന്ന് അലാറം സെറ്റ് ചെയ്തുകൊണ്ട് 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പതിയെ എന്ത് ചെയ്യുക, പുറത്തേക്ക് വിടുക. വീണ്ടും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എനർജി കിട്ടും എന്നുള്ളതാണ് ഓരോ കാര്യം. അതുപോലെ മോർണിംഗിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. മോർണിംഗിലും നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ എണീക്കുക, നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ഡേ ഉണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. രാവിലെ എണീറ്റ് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തു, അതുപോലെ നിസ്കാര കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കിട്ടിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 10 അനുഗ്രഹങ്ങൾ എഴുതുക. അത് അൽഹംദുലില്ല പറഞ്ഞിട്ട് എഴുതുക. അൽഹംദുലില്ല മീൻസ് ഇന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടി, ഇന്ന കാര്യങ്ങൾ എനിക്ക് തന്നതിന് നന്ദി, അൽഹംദുലില്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എഴുതുക. മോർണിംഗിൽ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എല്ലാവരും ഇന്നു മുതൽ എഴുതി തുടങ്ങണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അതും റീഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോവാ. അതിൽക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവാ. മറ്റുള്ളവർ എന്ത് പറയുന്നോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അതിന് സമ്മതിക്കുവോ ഒന്നും നിങ്ങൾ എന്താക്കണ്ട, മനസ്സിൽ കൊടുക്കണ്ട. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവം എന്നെ ഹെൽപ്പ് ചെയ്യും, ഈ കാര്യം എനിക്ക് എന്തായാലും നേടിയെടുക്കണം എന്നുള്ളൊരിതിൽ നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പൊ എന്താവും, അതിനുള്ള വഴികൾ തുറന്ന് വരും എന്നുള്ളതാണ്. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഫർമേഷൻ ഉണ്ടല്ലോ 33 തവണ എഴുതാൻ പറഞ്ഞു, 33 ടൈംസ് എഴുതാൻ പറഞ്ഞത്, അത് നിങ്ങൾ എന്തായാലും എഴുതുക കേട്ടോ. അപ്പൊ ഓക്കെ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആത്മാർത്ഥതയും ആ കാര്യം എവിടെ മുതലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? അതിലോട്ട് തന്നെ നമുക്ക് എന്താക്കാം, തിരിച്ചു പോവാന്നുള്ളതാണ്. അപ്പോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ ഇന്ന് ഒരുപാട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും. ബാക്കിയുള്ള ടൈം നിങ്ങൾ ഉറങ്ങിയിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ടൈം കളയുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോണിൽ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ടൈം നമ്മളത് വേസ്റ്റ് ആവുന്നുണ്ടാവും. അപ്പൊ അതിലൊക്കെ ഒരു ടൈം വെക്കുക. ഇത്ര ടൈമേ ഞാൻ ഫോൺ യൂസ് ചെയ്യും, ഇത്ര ടൈമേ ഞാൻ റീൽസ് കാണുള്ളൂ, ഇത്ര ടൈമേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല പല പുസ്തകങ്ങൾ വായിക്കാം. ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുതിയ 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 അറിവുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അങ്ങനെ പിന്നെ പല വീഡിയോസ് നിങ്ങൾക്ക് കാണാം, വേണ്ട വീഡിയോസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പ്ലാനുകൾ നിങ്ങൾ തയ്യാറാക്കുക, അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അങ്ങനെ ആവുമ്പോൾ നമ്മളെ വഴികൾ നമുക്ക് ഓരോന്ന് തുറന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, എല്ലാരും തയ്യാറാണല്ലോ? നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ ഒരുപാട് കാലം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങളുണ്ടല്ലോ, ഈ ആഗ്രഹങ്ങളൊക്കെ എഴുതി അതൊക്കെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തു ഒക്കെ കിട്ടുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ തന്നെ അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ വലിയ വലിയ ആഗ്രഹങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും. അതിൽ ആരും ഒരു തടസ്സാവൂല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആരെയും മാറ്റാൻ പറ്റൂല, നമ്മൾ മാറുക. നമ്മൾ മാറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകൾ മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹസ്ബൻഡിനെ മാറ്റാനോ മക്കളെ മാറ്റാനോ വീട്ടിലുള്ള മറ്റുള്ളവരെ മാറ്റാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് തുടങ്ങുക. പിന്നെ നാളെ എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ, നാളെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാം, അത് ഒഴിവാക്കുക.
അത് നമ്മൾ പരാജയത്തിലേക്ക് എത്തിക്കും. പിന്നെ നാളെ ആവേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും നാളെ അത് ചെയ്യാൻ ചിലപ്പോ നാളെ ആയി കഴിഞ്ഞാൽ വിചാരിക്കും മറ്റന്നാ ചെയ്യാം. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാം, എന്തൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പം ആക്ഷൻ എടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നീട്ടിവെക്കണ പരിപാടി ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും 300 സംതിങ് മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതിൽ 20 പേരാണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവര് തീർച്ചയായിട്ടും അത്രയും ആത്മാർത്ഥമായിട്ട് എനിക്ക് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു ഇന്റൻഷൻ വെച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ എന്ത് ചെയ്യുക, ഒരു എനിക്ക് എന്താണോ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് കൊടുക്കുക, കിട്ടും എന്നുള്ളത്. അതിൽ സംശയം വെച്ച് കഴിഞ്ഞാൽ മേ ബി കിട്ടാൻ ചാൻസ് ഇല്ല. അവിടെ ഞാൻ എത്തിപ്പെടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. വഴികൾ ഓരോന്നായിട്ട് തുറക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇൻഷാല്ലാ വീണ്ടും കാണാം. ബൈ.